നമസ്കാരം. ദ പാത്ത് ഇസ് ദ ഗോൾ എന്ന ഡിസ്കഷൻ സീരീസിൻ്റെ അടുത്ത സെഷനിലേക്ക് വീണ്ടും ഏവർക്കും സ്വാഗതം. നമുക്ക് ആദ്യം മെഡിറ്റേഷൻ ചെയ്യാം. കണ്ണുകൾ അടച്ച് ശാന്തമായിരിക്കും. ഭൂമി മാതാവിനോടും സർവചരാചരങ്ങളോടും അന്തരീക്ഷത്തോടും കൃതജ്ഞത രേഖപ്പെടുത്തും. ഭൂമി മാതാവിൽ നിന്നുമുള്ള ഹീലിംഗ് എനർജി കാലുകളിലൂടെ പ്രവഹിച്ച് ശരീരം മുഴുവൻ വ്യാപിക്കുന്നതായും ശരീരത്തിലെ എല്ലാ കോശങ്ങളെയും എല്ലാ ഭാഗങ്ങളെയും റിലാക്സ് ചെയ്യാൻ സഹായിക്കുന്നതായും അനുഭവിക്കും. ഇപ്പോൾ ശരീരം പൂർണ്ണമായും റിലാക്സ്ഡായി. ഈ റിലാക്സേഷൻ ഹൃദയത്തിൽ അനുഭവിക്കും. ശ്വാസം ദീർഘമായി ഉള്ളിലേക്ക് എടുക്കൂ. ഹൃദയത്തിൽ സ്നേഹം നിറയുന്നതായി അനുഭവിക്കും. ശ്വാസം പുറത്തേക്ക് വിടുമ്പോൾ സ്നേഹം പ്രപഞ്ചം മുഴുവൻ വ്യാപിക്കുന്നതായി അനുഭവിക്കും. ഹൃദയത്തിൽ കുടികൊള്ളുന്ന സ്നേഹത്തിൻ്റെ സ്രോതസ്സിൽ നിന്നും ഉദ്ഭവിക്കുന്ന ദിവ്യപ്രകാശം മനസ്സിനെ ആകർഷിക്കുന്നതായി അനുഭവിക്കും. ആ ദിവ്യപ്രകാശത്തിൽ ധ്യാനം ആരംഭിക്കും. മനസ്സിൽ ചിന്തകൾ വരുന്നുണ്ടെങ്കിൽ പൊതുവായി അവയെ അവഗണിക്കുക. ദിവ്യപ്രകാശത്തിൽ ധ്യാനം തുടരുക. പ്ലീസ് സ്റ്റാർട്ട് മെഡിറ്റേഷൻ. ഓക്കെ, കണ്ടീഷൻ ഹൃദയത്തിൽ നിലനിർത്തി പതുക്കെ കണ്ണുകൾ തുറക്കും. എല്ലാവരെയും വീണ്ടും ആർദ്രമായി ഹാർട്ട്ഫുൾനെസ് സഹജമാർഗ് മെഡിറ്റേഷൻ സിസ്റ്റത്തിലേക്ക് സ്വാഗതം ചെയ്യും. എങ്ങനെ ജോയിൻ ചെയ്യാം എന്നതിൻ്റെ ഡീറ്റെയിൽസ് ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തിട്ടുണ്ട്. ലാലാജി മഹാരാജ് പ്രിൻസിപ്പിൾസ് ഓഫ് കോൺവെർസേഷൻ, എങ്ങനെയാണ് നമ്മൾ സംഭാഷണം നടത്തുക എന്നതിനെക്കുറിച്ച് വിശദമായിട്ട് ഒരു മെസ്സേജ് നമുക്ക് നൽകിയിട്ടുണ്ട്. സംഭാഷണം എന്നുള്ള ആ പദം കേൾക്കുമ്പോൾ അതിൽ നമ്മുടെ വായെന്ന് വരുന്ന ഈ സൗണ്ട് മാത്രമല്ല, നമ്മുടെ ശരീരത്തിൻ്റെ ചലനങ്ങളും ഉൾപ്പെടുന്നു. ബോഡി ലാംഗ്വേജ് എന്നാണ് അതിനെ പറയുന്നത്. നല്ല വാക്കുകളാണ് പറയുന്നതെങ്കിലും ശരീരത്തിൻ്റെ ലാംഗ്വേജ്, ഭാഷ, അത് ശരിയായിട്ട് രീതിയിലല്ലെങ്കിൽ അത് കാണുന്നവർ, അനുഭവിക്കുന്നവർ അത് മനസ്സിലാവും. മുഖത്ത് ചിരിയുണ്ടെങ്കിലും നൽകുമ്പോൾ ധൃതി പിടിച്ച് കൊടുക്കുക. പാത്രം ശക്തിയായിട്ട് വയ്ക്കുക. ഒരു പരിഭ്രമം, ചിരിക്കുന്നുണ്ടാവും. എന്താ പറയാനുള്ളത് വേഗം പറയും. കേൾക്കുമ്പോൾ തന്നെ അറിയാം ഇദ്ദേഹത്തിന് ഇതിലുള്ള ശ്രദ്ധ. വെറുതെ ഒരു ഫോർമാലിറ്റിയുടെ കാര്യത്തിന് വേണ്ടി കേൾക്കുക മാത്രം. വെൽക്കം, ഇരിക്കും എന്ന് പറയാം, പക്ഷേ വെൽക്കം അല്ല. വൈകുന്നേരം വീടുകളിലേക്ക് പോകുമ്പോൾ, ഇപ്പം അത്രയില്ല, മുമ്പ് സീരിയലുകളൊക്കെ ഉള്ള സമയത്ത് വീട്ടിലേക്ക് കയറി വരുമ്പോൾ ചിരി ഉണ്ടാവും മുഖത്ത്, പക്ഷേ സന്തോഷമില്ലാതെ മനസ്സിലാവും. കാരണം സീരിയൽ ബ്ലോക്കായി. ഇങ്ങനെയുള്ള ബോഡി ലാംഗ്വേജസ് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. അപ്പോൾ നമ്മുടെ ബോഡി എങ്ങനെയാണ് ബിഹേവ് ചെയ്യേണ്ടത്, ഇത് ശ്രദ്ധിക്കേണ്ട ആവശ്യമുണ്ട്. ഭഗവത്ഗീതയിൽ ഭഗവാൻ ശ്രീകൃഷ്ണൻ സ്ഥിതപ്രജ്ഞൻ്റെ ക്വാളിറ്റീസിൽ കിം ആസീത വ്രജേത കിം എന്ന് പറയുന്നത്. എങ്ങനെയാണ് വരുന്നത്, എങ്ങനെയാണ് ഇരിക്കുന്നത്, എങ്ങനെയാണ് നടക്കുന്നത്, അതാണ് സ്ഥിതപ്രജ്ഞൻ്റെ സ്വഭാവത്തിൻ്റെ വിഷയം, ബോഡി ലാംഗ്വേജ്.
ഒരു സ്ഥിരപ്രജ്ഞ വളരെ ബാലൻസായിട്ട് നടക്കുമ്പോൾ ധൃതിയില്ല, സംഭാഷണം നടക്കുമ്പോൾ പരിഭ്രമമില്ല, മുഖത്തെപ്പോഴും പ്രസന്നവദനം. അർജുനന് ഭഗവാൻ ശ്രീകൃഷ്ണൻ ഭഗവത്ഗീതയിൽ ഉപദേശം നൽകുമ്പോൾ തുടക്കത്തിൽ തന്നെ പറയുന്നത് സന്തോഷമാണ്. മുഖം പ്രസന്നമായിട്ട് സംസാരിച്ചു എന്നാണ്. ഒരു കൗൺസിലർ എങ്ങനെ സംസാരിക്കും? ഹാപ്പിനെസ്, ഉള്ളിൽ നിന്നുള്ള ജോയ് റേഡിയേറ്റ് ചെയ്യുന്ന തരത്തിൽ. അപ്പോൾ അങ്ങനെയാകുമ്പോൾ കളിയാക്കുകയല്ല എന്ന് മനസ്സിലാവും. എനിക്ക് തോന്നുന്നു അങ്ങനെയാണ് കളിയാക്കുകയാണ്, ഉപദേശം നൽകുക മാത്രമേ ഉള്ളൂ. അപ്പോൾ ഈ ബോഡി ലാംഗ്വേജ് ഇമ്പ്രൂവ് ചെയ്യുക എന്നുള്ളത് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ട് കാര്യമാണ്. ഉപാസനയുടെ സമ്പ്രദായങ്ങളിൽ ഈ ശരീരം നമ്മൾ ഉപാസിക്കുന്ന ദേവൻ്റെയോ ദേവതയുടെ രൂപത്തിൽ ആയി മാറണം എന്നുള്ള ഒരു സങ്കല്പം, ന്യാസം എന്നാണ് പറയുന്നത്. അപ്പോൾ അതിങ്ങനെ ബോഡിയിൽ പല ഭാഗത്തും സ്പർശിക്കുന്നു. എൻ്റെ ഈ ശരീരം അദ്ദേഹത്തിൻ്റെ ശരീരം പോലെ ആയി മാറട്ടെ. എൻ്റെ കൈയിൻ്റെ ചലനങ്ങളും കണ്ണിൻ്റെ നോട്ടവും കേൾക്കലും എല്ലാം പലപ്പോഴും തൻ്റെ ഗുരുവിനെ പോലെ മോഡിഫൈ ചെയ്തിട്ട് അതേപോലെ തന്നെ മാനറിസംസ് കാണിക്കാൻ തുടങ്ങും. സഹജമായിട്ട് ബാബുജി മഹാരാജിനെ പോലെ താടി നീട്ടി നടക്കുന്ന ആൾക്കാരുണ്ടായിരുന്നു. മാസ്റ്റർ ഷേവ് ചെയ്തില്ലെങ്കിൽ ഗുരു ഷേവ് ചെയ്തു. പക്ഷെ അതുകൊണ്ട് മാത്രം കാര്യമുണ്ട്, അത് ഉള്ളിൽ നിന്നുള്ള പ്രചോദനം കൊണ്ടാണ് അത് വരുന്നത് എന്നുള്ളതാണ് മനസ്സിലാക്കുന്നത്. ഇത് ഡിഫറൻഷിയേറ്റ് ചെയ്യുക അനുഭവിക്കുന്നവർക്ക് മനസ്സിലാവും. അപ്പം അതുകൊണ്ട് തന്നെ എൻ്റെ ഗുരുനാഥൻ, ഇപ്പോൾ ദേവതാ സങ്കല്പത്തിലും അതൊരു ഗുരുനാഥൻ തന്നെയാണ്. ഈശ്വരൻ പ്രത്യക്ഷത്തിൽ വരുന്നതാണ് ഗുരുനാഥൻ, അല്ലെങ്കിൽ നമുക്കൊരു ഈശ്വര സങ്കല്പമില്ല. അപ്പോൾ ഗുരുനാഥൻ കാണുന്ന പോലെ ഈ ലോകത്തെ കാണണം, ഗുരുനാഥൻ കേൾക്കുന്ന പോലെ ഈ ലോകത്തിൽ നിന്ന് കേൾക്കണം, ഗുരുനാഥൻ നൽകുന്ന പോലെ എൻ്റെ കൈകൾ നൽകണം, ഗുരുനാഥൻ നടക്കുന്ന പോലെ എൻ്റെ കാലുകൾ നടക്കണം. നാവെന്തിനു തന്നു ഭഗവാൻ നാരായണ ഗീതം പാടാൻ, കാതെന്തിനു തന്നു ഭഗവാൻ നാരായണ ഗീതം കേൾക്കാൻ, കണ്ണെന്തിനു തന്നു ഭഗവാൻ നാരായണ രൂപം കാണാൻ എന്നുള്ള ഒരു കവിതയുണ്ട്. അപ്പോൾ നമ്മൾ വിചാരിക്കുന്നത് നാരായണ നാരായണ, അത് ഈശ്വരനാമം ചൊല്ലിക്കൊണ്ടിരിക്കലാണ് ഈ ജീവിതത്തിൽ, ഈ ശരീരത്തിൽ നമ്മൾ ചെയ്യേണ്ടത്. ഈശ്വരനാമം ചെല്ലുക എന്നുള്ളതിൻ്റെ അർത്ഥം എന്താണ്? ഭഗവത്ഗീതയിൽ ഭഗവാൻ പറയുന്നുണ്ട്, എൻ്റെ ഭക്തൻ എന്നെ സ്തുതിച്ചുകൊണ്ട് കീർത്തനം പാടിക്കൊണ്ടും ജീവിക്കുന്നു. അപ്പോൾ വേറൊരു പണിയില്ല, എപ്പോൾ നോക്കിയാലും ഈശ്വര ഭഗവാനെ. അപ്പോൾ വീട്ടിലൊരു റൂമുണ്ടാവും, ലോകത്തിൽ നമ്മൾ ഇട്ട് നിന്നിട്ട് അവിടെ നിന്ന് പൂജ ചെയ്യും. ചിന്താവിഷ്ടയ ശ്യാമള എന്നൊരു സിനിമയിൽ ശ്രീനിവാസൻ ചെയ്ത പോലെ. അങ്ങനെയാണോ എൻ്റെ അർത്ഥം? അപ്പോൾ പിന്നെ ഈ കർമ്മങ്ങളൊക്കെ ചെയ്യാൻ ഭഗവാൻ എങ്ങനെയാണ്? ഈശ്വരൻ അങ്ങനെയാണ്, ഒരു മുറിയിൽ അടച്ചു പൂട്ടിയിരിക്കുകയാണോ ചെയ്യുന്നത്? എല്ലായിടത്തും ഈശ്വരൻ്റെ ആ പ്രവർത്തനമാണ് കാണുന്നത്. അപ്പോൾ അതുപോലെ ആകുമെന്നാൽ എൻ്റെ നാവുകൾ അദ്ദേഹത്തിൻ്റെ വാക്കുകൾ പറയുന്ന പോലെ ആയിക്കാണ്, എൻ്റെ കണ്ണുകൾ അദ്ദേഹം എങ്ങനെയാണ് ലോകത്തെ കാണുന്നത് അതുപോലെ കാണും. അതാണ് സുദർശനം എന്നത്. എൻ്റെ ചെവികൾ അദ്ദേഹം കേൾക്കുന്ന പോലെ ലിസണിങ് കപ്പാസിറ്റിയിലേക്ക് മാറും. വില്വമംഗലം എന്നുള്ള ഒരു സ്വാമിജി ഉണ്ടായിരുന്നു, സ്വാമി വിവേകാനന്ദൻ കംപ്ലീറ്റ് ബോക്സിൽ വില്വമംഗലം തൻ്റെ കണ്ണുകൾ കുത്തിപ്പൊട്ടിച്ചു എന്ന് പറയുന്നത്. എന്നെ ഭഗവാനെ കാണാൻ പറ്റാത്ത ഈ കണ്ണുകൾ എനിക്ക് ആവശ്യമില്ല. സൂര്യദാസ് എന്നുള്ള കവി ഉണ്ടായിരുന്നു, അന്ധത എനിക്കൊരു അനുഗ്രഹമാണ്, കാരണം എനിക്ക് ഉള്ളിൽ നിന്ന് ഈ ഭഗവാനെ കാണാൻ സാധിക്കും. അപ്പോൾ എൻ്റെ അടുത്ത് നമ്മൾ കണ്ണുകൾ കളയുന്നതാണ്. അപ്പോൾ അതിൻ്റെ അന്തരാർത്ഥം എന്താണെന്ന് പറഞ്ഞാൽ കണ്ണുകൾ ഭഗവാൻ കാണുന്ന പോലെ കാണണം, എനിക്ക് ഭഗവാനെ പോലെ കാണണം. അതെപ്പോഴാണ് കാണുക? എൻ്റെ ഉള്ളിൽ പരിശുദ്ധി വരുമ്പോൾ. അപ്പോൾ ബോഡി ലാംഗ്വേജിൽ മാറ്റങ്ങൾ വരണം എന്നുണ്ടെങ്കിൽ അന്ധകരണ ശുദ്ധീകരണം. മനസ്സാണ് ഇവിടെ പ്രവർത്തിക്കുന്നത്. മനസ്സാണ് എൻ്റെ സ്കിന്നിലൂടെയും കണ്ണുകളിലൂടെയും ഇന്ദ്രിയങ്ങളിലൂടെയും പ്രവർത്തിക്കുന്നത്. ഉള്ളിൽ പ്യൂരിഫിക്കേഷൻ വരുന്നതിനൊപ്പം നമ്മുടെ ചലനങ്ങളും നമ്മൾ ശ്രദ്ധിക്കേണ്ട ആവശ്യമുണ്ട്. ഞാൻ സംസാരിക്കുന്നത് എങ്ങനെയാണ്, എൻ്റെ മുഖഭാവം എങ്ങനെയാണ്, വളരെയധികം കെയർ ചെയ്യേണ്ട കാര്യമാണ്. ശ്രദ്ധയോടെ കേൾക്കാൻ, കുട്ടികൾ അറ്റൻറ്റീവായിരിക്കാൻ വളരെ ശ്രദ്ധയോടെ മുന്നോട്ട് ടീച്ചറെ നോക്കിയിരിക്കും. ഇങ്ങനെയൊക്കെ നോക്കിയിരിക്കലും ശ്രദ്ധിക്കില്ല, അത് കാലിങ്ങനെ വിടർത്തി ഇങ്ങനെ കഴിക്കുക, എൻ്റെ അർത്ഥം ശ്രദ്ധയില്ലാതാണ്. എൻ്റെ അച്ഛൻ പറയാറുണ്ട്, ഒരു പെൺകുട്ടീനെ കാണാൻ ചെല്ലുമ്പോൾ ആ കുട്ടിയുടെ ബിഹേവിയർ, ഇരിപ്പ് നിൽപ്പ് ഇതൊക്കെ നമുക്ക് മനസ്സിലാവും, കുട്ടിയുടെ ക്യാരക്ടർ മനസ്സിലാവും എന്നാണ് പറയുന്നത്. അപ്പോൾ നമ്മുടെ ബോഡി ലാംഗ്വേജ് നമ്മുടെ ഉള്ളിലുള്ള വ്യക്തിത്വത്തെ എക്സ്പ്രസ് ചെയ്യും. അപ്പോൾ അതേക്കുറിച്ച് നമുക്ക് കൂടുതൽ ഇനിയുള്ള സെഷൻസിൽ ഡിസ്കസ് ചെയ്യാം. അടുത്ത സെഷൻ വരെ വിട വാങ്ങുന്നു. നന്ദി, നമസ്കാരം.